ചട്ടമ്പി സ്വാമികൾ അവസാന അധ്യായം. കേരളീയ നവോത്ഥാനവും ചട്ടമ്പി സ്വാമികളും. 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ഒരു പുതിയ സാമൂഹിക ക്രമത്തിന്റെ നാന്ദി കുറിച്ച കാലമാണ് എന്ന് പ്രശസ്ത ചരിത്രകാരനായ എ ശ്രീധരമേനോൻ തന്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിരവധി സ്വാധീനതകളുടെ ഫലമായി കേരളീയ സമൂഹം ഒരു മാറ്റത്തിന് വിധേയമായ കാലമായിരുന്നു ഇത്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ കേരളീയ സമൂഹം സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും തത്വങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ചലിച്ചുകൊണ്ടിരുന്നത്. കേരളം സന്ദർശിച്ച പല സഞ്ചാരികളും കേരളീയ സമൂഹത്തിന്റെ തിന്മകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഉയർന്ന ജാതിക്കാർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുവാൻ കഴിയുമ്പോൾ ജാതിയിൽ താഴ്ന്നവർ എല്ലാ തരത്തിലുമുള്ള പീഡനങ്ങൾക്ക് വിധേയരാകുകയാണ് ജീവിച്ചിരുന്നത്. ഉയർന്ന ജാതിക്കാർ പല പദവികളിലും അനുഭവിച്ച് ജീവിക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാർ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തവരായിരുന്നു. ബ്രിട്ടീഷ് ഭരണമാണ് നിലനിരുന്നതെങ്കിലും ജന്മിമാരുടെ അധികാരമാണ് സമൂഹത്തിലെ താഴ്ന്ന വിഭാഗക്കാരുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത്. ഉയർന്ന ജാതിക്കാർ ഭൂമിയുടെ മേലുള്ള കരം തുടങ്ങിയവ നൽകേണ്ടിയിരുന്നില്ല. മാത്രമല്ല, വധശിക്ഷ പോലെയുള്ള ശിക്ഷകളിൽ നിന്നും ബ്രാഹ്മണർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ചിത്രവധം പോലെ അതിവിചിത്രവും ക്രൂരവുമായ പല ശിക്ഷാമുറകളും താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതായിരുന്നു. പൊതുവെ ഇരുണ്ട ഒരു ജീവിത അന്തരീക്ഷത്തിലാണ് താഴ്ന്ന ജാതിക്കാർ ജീവിച്ചിരുന്നത്. നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന മാമൂലകളുടെ അടിസ്ഥാനത്തിൽ താഴ്ന്ന ജാതിക്കാരെ അടിമകളാക്കി നിലനിർത്തുവാൻ ജന്മിമാർക്ക് കഴിഞ്ഞിരുന്നു. 19ആം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ ആരംഭിച്ച പ്രക്ഷോഭങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളും 20ആം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ സജീവമായി. ഇക്കാലത്ത് ശക്തമായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ബ്രാഹ്മണ സമൂഹത്തിനകത്തു നിന്നും നവീകരണ പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു. ഓരോ സമുദായവും കാലങ്ങളായി അനുഭവിച്ചിരുന്ന അസ്വാതന്ത്ര്യങ്ങൾക്കെതിരെ അതാത് സമുദായത്തിൽ വെച്ച് തന്നെയുള്ള എതിർപ്പുകൾ രൂപപ്പെട്ടു വന്നു. ബ്രാഹ്മണ സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അസമത്വങ്ങൾക്കെതിരെ പ്രസ്ഥാനങ്ങൾ പോലും രൂപപ്പെട്ടു. തിയോസഫിക്കൽ സൊസൈറ്റിയും രാമകൃഷ്ണ മിഷനും ആര്യ സമാജവും കേരളത്തിന് പുറത്ത് നടത്തിക്കൊണ്ടിരുന്ന സാമൂഹിക പരിഷ്കരണ പരിപാടികളുടെ അലയൊലികൾ കേരളത്തിലും കേട്ടു തുടങ്ങി. പുലയർക്കിടയിൽ നിന്നും ഉയർന്നു വന്ന അയ്യങ്കാളിയുടെയും മറ്റും പ്രവർത്തനങ്ങൾ പൊതുവെ സ്വന്തം വർഗത്തിന് ജീവിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ ഊന്നിയാണ് മുന്നോട്ടു പോയത്. സ്വാമി ആഗമാനന്ദ അടക്കമുള്ള സന്യാസി വര്യന്മാരും പണ്ഡിതന്മാരും എഴുത്തുകാരും കവികളുമെല്ലാം കേരളീയ സമൂഹത്തെ ജാതി വ്യവസ്ഥയുടെ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരാണ്. അത്തരം ശ്രമങ്ങൾ നടത്തിയവരെ നവോത്ഥാന നായകന്മാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നവോത്ഥാന നായകന്മാരിൽ എന്തുകൊണ്ടും മഹാന്മാരായ സന്യാസി വര്യന്മാരാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും. നായർ സമുദായത്തിൽ ജനിച്ച ചട്ടമ്പി സ്വാമികൾ പ്രധാനമായും എതിർത്തത് ബ്രാഹ്മണാധിപത്യത്തെയാണ്. ബ്രാഹ്മണർക്ക് ഏകാധിപത്യം നൽകുന്ന സാമൂഹ്യ അവസ്ഥ തകരണമെന്ന് സ്വാമികൾ ആഗ്രഹിച്ചു. നായർ ഈഴവ സമുദായങ്ങളിൽ സാമൂഹികവും പദവിയും അധികാരവശങ്ങളിലും ലഭിക്കുന്നതിനുള്ള പ്രധാന തടസ്സമായി സ്വാമികൾ കണ്ടത് ബ്രാഹ്മണാധിപത്യത്തെ തന്നെയാണ്. നായർ സമുദായത്തിൽ നിന്നും ഉയർന്നു വരുന്ന പരിഷ്കരണ ശ്രമങ്ങൾ താഴ്ന്ന ജാതിക്കാർക്കും പ്രചോദനം നൽകുമെന്ന് സ്വാമി വിശ്വസിച്ചിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തനങ്ങൾ ശ്രീനാരായണ ഗുരുവിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. സ്വന്തം സമുദായത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകൾ നീക്കുവാനും സ്വന്തം സമുദായത്തിന് സാമൂഹിക അംഗീകാരം നേടിക്കൊടുക്കുവാനും സ്വാമികൾ ഒരേ സമയം ശ്രമിച്ചു. കേരളീയ നവോത്ഥാന നായകന്മാരിൽ ചട്ടമ്പി സ്വാമികളുടെ ജീവിതം മനുഷ്യ നന്മയുടെയും മതനന്മയുടെയും സമത്വബോധത്തിന്റെയും മഹത്വമായ ഉദാഹരണമാണ്. പാരമ്പര്യം നിഷ്കർഷിച്ചിരുന്ന സന്യാസ ചവിട്ടങ്ങളിൽ നിന്ന് വേറിട്ട് ജീവിച്ചിരുന്ന ഈ ബ്രഹ്മജ്ഞാനി പൗരോഹിത്യവും ആധ്യാത്മികതയും നൽകിയിരുന്ന അധികാരമോ സുഖസൗകര്യങ്ങളോ ആഗ്രഹിച്ചിരുന്നില്ല. സങ്കീർണമായ ഏതിലും ലാളിത്യമാണ് സ്വാമികൾ ദർശിച്ചത്. ചട്ടമ്പി എന്നുള്ളത് വിപ്ലവകരമായ ഒരു പേര് തന്നെയാണ്. സ്വാമികളുടെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. കേരളീയ സമൂഹത്തിന് ഈ ജീവിതം ഉദാത്തമായ മാതൃകയായി. ഈ മാതൃക കേരളീയ സമൂഹത്തെ നവീകരിക്കുന്നതിന് തെല്ലൊന്നുമല്ല സഹായിച്ചത്, മലയാളിയുടെ മനസ്സിനെയും ജീവിത ചിന്തകളെയും പുതുക്കിയെടുത്തതിൽ സ്വാമികളുടെ സ്വതന്ത്രമായ ജീവിത പദ്ധതി വലിയ പങ്ക് വഹിച്ചു. ചട്ടമ്പി സ്വാമികളുടെ അതിലളിതമായ നാടൻ ഭാഷാ പ്രയോഗങ്ങളും പ്രായോഗിക ചിന്തകളും മലയാളിയെ ഒട്ടുമൊന്നുമല്ല ചിന്തിപ്പിച്ചത്. വേദങ്ങൾ ഉൾപ്പെടെയുള്ള ഹിന്ദുമത ഗ്രന്ഥങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ വായിക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞിരുന്നുള്ളൂ. അതിനാൽ ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ പിടിയിലായിരുന്ന കേരള സമൂഹം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം സവർണർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. അതിനെതിരെ നിശിതമായ വിമർശനമുയർത്തിയ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്നായിരുന്നു സ്വാമികളുടെ നിലപാട്. അദ്ദേഹത്തിന്റെ വേദാധികാര നിരൂപണം മതപരമായ അന്ധവിശ്വാസങ്ങൾക്കും ബ്രാഹ്മണ പൗരോഹിത്യ മേധാവിത്വം എതിരായുള്ള രൂക്ഷ വിമർശനമായിരുന്നു. വേദങ്ങൾ ഒരിക്കലും അവ പഠിക്കുന്നതിൽ നിന്നും ശൂദ്രരെ വിലക്കിയിരുന്നില്ലെന്ന് അദ്ദേഹം വാദിച്ചു. എല്ലാ ഹിന്ദുക്കൾക്കും വേദങ്ങൾ പഠിക്കുന്നതിന് അവകാശമുണ്ട് എന്ന് നിഷ്കർഷിച്ച സ്വാമികൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിന്മേലുള്ള ബ്രാഹ്മണരുടെ കുത്തക തകർക്കുവാനാണ് ശ്രമിച്ചത്.
തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകളെ തകർത്താൽ മാത്രമേ സമൂഹത്തിലെ എല്ലാവരുടെയും ഉന്നമനം സാധ്യമാകൂ എന്ന് ചട്ടമ്പി സ്വാമികൾ വിശ്വസിച്ചു. സ്ത്രീ സമത്വത്തിനു വേണ്ടി നിലകൊണ്ട കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവും സ്വാമികൾ തന്നെ. സ്ത്രീയും പുരുഷനും കുടുംബത്തിൽ പരസ്പര പൂരകങ്ങളാണ് നിലകൊള്ളുന്നതെന്ന് വാദിച്ച സ്വാമികൾ കേരളത്തിൽ ലിംഗസമത്വത്തിനു വേണ്ടി നിലകൊണ്ട സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കേരളത്തിൽ ഉടലെടുത്ത വിപ്ലവകരമായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ആശയപരമായ അടിത്തറ ഒരുക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ പങ്ക് നിസ്സീമമാണ്. മാനവികതയെക്കുറിച്ച് വിഗണിച്ച് മതമനജാനാചാരങ്ങളെ സാമൂഹികവും ജീവിത ഭാഷയുമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് മഹാചാര്യനും ആത്മീയ പരിഷ്കർത്താക്കളും രംഗത്തെത്താറുള്ളത്. ജീവിതത്തെ ലളിതമായി നിർവചിച്ചുകൊണ്ട് അത്തരം ആത്മീയ മഹത്തുക്കൾ അന്ധകാരത്തെ ആട്ടി അകറ്റുന്നു. ശ്രീ ചട്ടമ്പി സ്വാമികൾ തൻ്റെ ലളിത വച്ചസ്സുകളുടെയും ജീവിത ശൈലികളുടെയും കേരളീയ സമൂഹത്തെ നവീകരിക്കുകയും മാനവികതയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള അസാധ്യാത്മിക ചിന്തകൾക്ക് അവസരമൊരുക്കുകയും ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ ഒരിക്കലും സാധിക്കാത്ത ദരിദ്രനായ ഒരു മനുഷ്യനാണ് ഇപ്രകാരമുള്ള നവോത്ഥാനത്തിന് വിത്തുപാകിയത് എന്നോർക്കുമ്പോഴാണ് ആ മഹത്വത്തിൻ്റെ മാറ്റം കൂടുന്നത്. ഭൂതപ്പാണ്ടിയിലെ ആധാരമെഴുത്തുകാരനിൽ നിന്നും ആധ്യാത്മിക ഗുരുവിലേക്കുള്ള ദൂരം വിസ്മയകരമായ രീതിയിൽ നടന്നു കയറിയ സ്വാമികൾ മലയാളിക്ക് സമ്മാനിച്ച മഹാഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും ഒരു നവോത്ഥാന നായകനെന്ന നിലയ്ക്കുള്ള ആ യുഗപുരുഷന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മെ നിർബന്ധിതനാക്കുന്നവനാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച മോക്ഷ പ്രദീപ ഖണ്ഡനം, അദ്വൈത ചിന്താ പ്രസിദ്ധി എന്നീ ഗ്രന്ഥങ്ങൾ മലയാളത്തിൻ്റെ വിജ്ഞാന വിശ്വാസിയിലെ സൂര്യകാന്തികളാവുന്നു. സർവമത സാരസ്യം എന്നീ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം മലയാളിക്ക് നൽകിയത് മതമത്സര്യത്തെ തിരസ്കരിക്കുന്നതിനുള്ള ഒരു ഉപകരണം എന്ന രൂപത്തിലുപരി സാമൂഹിക പരിഷ്കരണത്തിനുള്ള ഒരളവുകോലുമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നിർവചനത്തിന് ഹേതുവാകുവാനും മാർഗദീപമാകുവാനും അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ സ്വാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളും അവിതർക്കിതമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക പുരോഗതിക്കും ചിന്താപദ്ധതികൾക്കും ഊർജ്ജമേകുവാൻ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതീയമായ ഒരു ആധ്യാത്മിക പ്രഭാവത്തിൻ്റെ ഊർജ്ജസ്വലത സ്വാമികളിൽ ദൃശ്യമായിരുന്നു. സൗന്ദര്യശാസ്ത്ര പണ്ഡിതനായ ഒരു എഴുത്തുകാരനെ അല്ല, സത്വന്വേഷിയും വിപ്ലവകാരിയും ഉൽപ്പത്തിക്ഷണവുമായ ഒരു പ്രവാചക ഭിക്ഷുവിനെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വായിക്കുമ്പോൾ നാം അനുഭവിച്ചറിയുന്നത്. വിജ്ഞാനവും അനുഭൂതിയും സമ്മേളിച്ച പൗരാണിക ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ധർമ്മബോധത്തിന് സുരബലവും സംശോധ സുന്ദരവുമായ രൂപഭാവങ്ങൾ നൽകുന്നതിൽ സ്വാമികൾ വിജയിച്ചിട്ടുണ്ട്. കരുത്തും ഊർജവും സമ്മേളിക്കുന്ന ഭാഷയും യുക്തിഭദ്രമായ ആഖ്യാന ശൈലിയും ചിന്താബന്ധുരമായ നിരീക്ഷണങ്ങളും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ ആധുനിക സംസ്കൃതിയുടെ ഉന്നത മണ്ഡലങ്ങളിൽ വിജ്ഞാനത്തിൻ്റെ സൗരഭപ്രത വിതറുന്നു. ഒരു പുരാവൃത്ത ഗവേഷകൻ എന്ന നിലയിൽ സ്വാമികൾക്ക് സമുന്നതമായ സ്ഥാനമുണ്ട്. ഭാഷാശാസ്ത്ര സംബന്ധിയായ ഗവേഷണങ്ങൾ മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായ നിരീക്ഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ പാണ്ഡിത്യമില്ലാത്ത സ്വാമികൾ കേരള ചരിത്രത്തിലെയും ദ്രാവിഡ ഭാഷാ ചരിത്രത്തിലെയും ഇരുണ്ട കാലഘട്ടത്തിലേക്ക് സധൈര്യം കടന്നു ചെന്ന് നമ്മെ ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നു. നാടോടിപ്പാട്ടുകൾ, നാട്ടാചാരങ്ങൾ, ഐതിഹ്യങ്ങൾ, ചരിത്രഗാഥകൾ എന്നിവയെക്കുറിച്ച് വളരെ സദൃഢവും വ്യക്തവുമായ ബോധ്യവുമുള്ള തീക്ഷ്ണശാലിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ഏതു വിഷയത്തെയും സമഭാവനയോടെ സമീപിച്ച് അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ അവയെ അപഗ്രഹിച്ച് അതിലടങ്ങിയിരിക്കുന്ന മൗലികമായ ഘടകങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നതിനുള്ള ചട്ടമ്പി സ്വാമികളുടെ പ്രതിഭാ പ്രകാശത്തിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നീ ഗ്രന്ഥങ്ങൾ ഭാഷാ ചരിത്ര ഗവേഷകരെ ഏറെ ആകർഷിച്ച കൃതികളാണ്. ഈ ഗ്രന്ഥങ്ങൾക്ക് പുറമെ നിജാനദി വിഷാദം, ചിതാകലാശം, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം, ശ്രീ ചക്രപൂജാകൽപ്പം, പുനർജന്മ നിരൂപണം എന്നീ കൃതികൾ കൂടി സ്വാമികളുടെ പ്രതിഭയിൽ നിന്നും പിറന്നു വീണു. ഈ ഗ്രന്ഥങ്ങൾ കൂടെ കേരളത്തിലെ സ്ഥലമാനങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ ഒരു പഠനവും സ്വാമികൾ നടത്തിയിട്ടുണ്ട്. ആദിഭാഷ എന്ന കൃതിയിൽ ഭാഷയുടെ ഉൽപ്പത്തി വേഷത്തെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാകുന്നത് ആ നിരീക്ഷണങ്ങളുടെ യുക്തിഭദ്രമായ അടിത്തറയുടെ ബലത്തിലാണ്. ചിത്രമെഴുത്തിൻ്റെ കാര്യത്തിലായാലും സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും നൃത്തനാട്യകലകളുമായി ബന്ധിക്കപ്പെട്ട വിഷയത്തിലായാലും സ്വാമികൾ സ്വർഗസ്ഥ സമ്പന്നനായിരുന്നു. ജീവിതം അരാജകത്വപൂർണ്ണമാണെന്ന് തോന്നാമെങ്കിലും സ്വാത്വികമായ നിലപാടുകൾ അദ്ദേഹത്തിന് അയവ് വരുത്തിയിരുന്നില്ല. ഒരു സാമൂഹിക പരിഷ്കർത്താവിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന ആത്മാർത്ഥതയായിരുന്നു സ്വാമികളുടെ കൈമുതൽ. കേരളത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ നവോത്ഥാനത്തിനൊരു മനുഷ്യജന്മം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അനുവാചകരെ വിസ്മയിക്കുമാർ ചെയ്തു തീർത്ത ജീവിതത്തെ ലളിതമായി അനുവാദനം ചെയ്യുകയും നന്മയെക്കുറിച്ചും ഉണ്മയെക്കുറിച്ചും ചിന്തിക്കുകയും അത് ജീവിതത്തിലുടനീളം പ്രാണായാമ മന്ത്രമാക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികൾ സമൂഹത്തെ പ്രകാശത്തിലേക്ക് നയിച്ചു. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞ ആശ്ചര്യകരമായ വിശേഷണം അന്വർത്ഥമാണ്. ഞാൻ മഹാനായ ഒരു മനുഷ്യനെ കണ്ടു. എത്ര അനുരൂപമായ വിശേഷണം!
ഇതോടുകൂടി ടോക്സിയൻസ് അവതരിപ്പിക്കുന്ന നവോത്ഥാന നായകൻ അല്ലെങ്കിൽ കേരളീയ നവോത്ഥാനവും ചട്ടമ്പി സ്വാമികളും എന്ന് പറയുന്ന ഓഡിയോ ബുക്ക് ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഇനി നോക്കുന്നവർക്കായി ഒരു ചെറിയ സമ്മറി പറയാം. 1. പ്രാചീന മലയാളം. 2. വേദാധികാരി നിരൂപണം. നിജാനന്ദ വിലാസം, ചിതാകലാശൻ, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം, വേദാന്തസാരം, ക്രിസ്തുമത നിരൂപണം, ശ്രീചക്ര പൂജാകൽപ്പം, മോക്ഷപ്രദീപ ഖണ്ഡൻ, സർവമത സാരസ്യം, പുനർജന്മ നിരൂപണം, ആദിഭാഷ തർക്കരഹസ്യ രത്നം, അദ്വൈത പഞ്ചരം, സദ്വരനാഹാരാവലി, ജീവകാരുണ്യ പദ്ധതി. ശ്രീ വിദ്യാധിരാജ് ചട്ടമ്പി സ്വാമിക തിരുവടികൾ ജീവിതകാല ക്രമമനുസരിച്ച് പറയുകയാണെങ്കിൽ 1853 ആഗസ്റ്റ് 25 കൊല്ലൂരിലെ ഉള്ളൂർക്കോട്ട് വീട്ടിലാണ് ജനനം. 1853 മുതൽ 1863 വരെ, അതായത് 10 വയസ്സാകുന്നിടം വരെ കൊല്ലൂർ മഠത്തിലെ ആശ്രിതനാണ്. വിദ്യാഭ്യാസവും ക്ഷേത്രജോലിയുമായിരുന്നു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 1866 മന്ത്രോപദേശം സ്വീകരിച്ച് ഷൺമുഖദാസൻ എന്ന പേർ സ്വീകരിച്ചു. 1868 മുതൽ 1869 വരെ തിരുമധുരപ്പെട്ട രാമൻപിള്ള ആശാന്റെ പാഠശാലയിൽ പഠനം. ചട്ടമ്പി എന്ന പേര് ലഭിക്കുന്നതും ഇവിടെ വെച്ചായിരുന്നു. 1869 മുതൽ 70 വരെ ഹജൂർ കച്ചേരിയുടെ നിർമ്മാണത്തിൽ കൂലിപ്പണിക്കാരനായിരുന്നു. 1870 മുതൽ 1873 വരെ ഹജൂർ കച്ചേരിയിൽ ഗുമസ്തനായിട്ടും തുടർന്ന് നെയ്യാറ്റിൻകരയിലും ഭൂതപ്പാടിയിലും ആധാരമെഴുത്തിനായും ചട്ടമ്പി സ്വാമികൾ പോയി. 1874 തിരുവനന്തപുരത്തേക്ക് മടങ്ങി വന്നു. 1874 മുതൽ 1877 വരെ ജ്ഞാനപ്രചാരക സഭയിൽ അംഗമായി തൈക്കാട് അയ്യാവുമായി ബന്ധം സ്ഥാപിച്ച് അദ്ദേഹത്തിൽ നിന്നും യോഗവിദ്യ പഠിക്കുന്നു. 1877 മുതൽ 1879 വരെ കല്ലടക്കുറിച്ചിയിൽ ഉപരിപഠനം. സുഭാഷ് ജടപാടികളുടെ ശിഷ്യത്വവും അവിടെ വെച്ച് സ്വീകരിച്ചു. 1873 80 മുതൽ 80 വരെ മരുത്വാമലയിൽ വെച്ച് കുമാരിവേലുവിനെ കാണുന്നതും ശിഷ്യത്വം സ്വീകരിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ. 1880 അമ്മയുടെ മരണം. 1880 തൊട്ട് 81 വരെ ദേശാടനമായിരുന്നു. 81 ജ്ഞാനസിദ്ധി നേടുകയും ചെയ്തു. 81 മുതൽ 82 വരെ കല്ലുവീട്ടിൽ താമസമാക്കി നിത്യരോഗിയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. 82 സിദ്ധപദവിക്കായിട്ടുള്ള അംഗീകാരം ലഭിച്ചു. 82 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി യോഗവിദ്യ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. 84 ശ്രീനാരായണ ഗുരുവിന് മൊത്തമുള്ള ദേശാടനമാണ്. അരുവിക്കരയിൽ എത്തിച്ചേരും. 85 86 വെള്ളുത്തേരി കേശവൻ, പെരുന്നെല്ലി കൃഷ്ണൻ എന്നീ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്നു. 87 വടക്കൻ തിരുവിതാംകൂറിൽ പര്യടനം നടത്തുന്നു. 88 തിലനെന്ന തീർത്ഥപാദർ ശിഷ്യനാവുന്നു. 90 ക്രിസ്തുമത നിരൂപണം എഴുതി. 91 എറണാകുളം, ആലുവ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. 92 സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. 93 തീർത്ഥപാദ പരമഹംസർ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യത്വം ഏറ്റുവാങ്ങുന്നത്. തുടർന്ന് 1894 മുതൽ 1913 വരെ പ്രാചീന മലയാളം പോലെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി. 1913 ഷഷ്ടിപൂർത്തിയായി ഏഴുപറ്റൂർ ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. 1920 ശ്രീ നീലകണ്ഠ തീർത്ഥപാദരുടെ സമാധിയായിരുന്നു. 1923 കുമ്പളത്ത് ശങ്കുപിള്ള ശിഷ്യനായി മാറി. 1923 മുതൽ 24 വരെ സഞ്ചാരങ്ങളായിരുന്നു. 1924 മാർച്ചിനാണ് തിരുവനന്തപുരം ചക്കാക്കടവിൽ നിന്നും വള്ളത്തിൽ പന്മനയ്ക്ക് പുറപ്പെടുന്നത്. 24 ഏപ്രിൽ 18 പന്മന CPP വായനശാലയിൽ എത്തുന്നു. 24 മെയ് 5 പന്മന CPPയിൽ വായനശാലയിൽ വെച്ച് മഹാസമാധി. 1924 മെയ് 6 സമാധിയിരുത്തൽ ചടങ്ങും നടത്തി. ഇതോടുകൂടി ടോക്സിൻസ് അവതരിപ്പിക്കുന്ന ദ എൻറ്റയർ ഹിസ്റ്ററി ഓഫ് ചട്ടമ്പി സ്വാമികൾ ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത ഒരു യുഗപുരുഷന്റെ നവോത്ഥാന നായകന്മാരുടെയും കഥകളായിട്ട് വീണ്ടും വരുന്നതുവരെ നന്ദിയുണ്ട്, നമസ്കാരവും.